ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ഇത് പലരും ഈ പാട്ട് ട്രഡീഷണൽ ആണെന്ന് പറഞ്ഞിരിക്കുക. ഇങ്ങനെ ഒരു 80-70 കൂടുതൽ കീർത്തനങ്ങൾ സോപാന സംഗീതത്തിൽ ഇന്ന് പ്രസിദ്ധമായ കീർത്തനങ്ങൾ ഞാൻ എഴുതിയതാണ്. പലരും അറിയുന്നില്ല ഇത് ഞാനാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത്. ഇതിന് ഈ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പാട്ടാണ് ദാരികൻ്റെ ശിരസ്. അറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ വേദിയിരിക്കുന്ന എല്ലാവരും പാടി തുടങ്ങി. മൈക്ക് മേടിച്ച് ആ സമയത്ത് കറക്റ്റ് ടൈമിങ് എനിക്ക് പാടാൻ പറ്റി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വലിയ ആവേശമായിപ്പോയി. റീ റെക്കോർഡിങ് നമുക്കറിയത്തില്ല, മുറിച്ച് എടുക്കാന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ക്ലിക്കിലൊന്നും പാടാൻ അറിയത്തില്ല. നമ്മൾ താളം അടിച്ച് ഒറ്റയ്ക്ക് പാടിത്തീർത്താണ് ദാരികൻ്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി. ഇന്ന് ദാരികൻ്റെ ശിരസ് കൊയ്തവൾക്ക് 20 വയസ്സായി. ഭക്തിഗാനങ്ങൾ ഏതൊക്കെ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്? ഏതൊക്കെ ക്ഷേത്രങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്? ഭക്തിഗാനങ്ങൾ എല്ലാ ക്ഷേത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കൊച്ചമ്പലം, കൊച്ചുകാവ് തൊട്ട് കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, പറശ്ശിനിക്കടവ്. അവനെന്ത് യോഗ്യത ഇങ്ങനെ വെക്കാൻ? അന്ന് ഈ വലിയ കലാകാരന്മാർക്ക്, വലിയ രാഷ്ട്രീയക്കാർക്കാണ് ഈ വാല് ശൂരനാട് ഇങ്ങനെ കൊടുക്കുന്നത്. അത് വല്ലാത്തൊരു ഫീലായി. ഞാൻ അന്ന് ആ പേര് പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ വിട്ടുകളഞ്ഞു. പക്ഷേ എനിക്ക് അന്ന് ചിന്തിച്ചു, മാറ്റി പറഞ്ഞവരെ അവൻ ശൂരനാട്ടുകാരനാണ് പറയിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിപ്പോൾ ഒരു മധുര പ്രതികാരമായിട്ട് മാറി. ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഇന്നീ ഭൂലോകത്ത്? ഉണ്ടാകാനൊരു തരമില്ല കള്ളിന്നും മുകളും.